ആലപ്പുഴക്കാരോ ആരോടെങ്കിലും ചോദിച്ചോളൂ, ഇംഗ്ലണ്ടിലോ യു കെയിലോ അമേരിക്കയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് സാമാന്യം വല്ല അസുഖം വന്നാൽ അവരെവിടാ ചികിത്സിക്കുന്നത്? അന്വേഷിച്ചാൽ മതി. കൂടെ നിന്നുള്ളവർ ധാരാളം പേരുണ്ടല്ലോ പുറത്തൊക്കെ. 2 പല്ലിന് പോടടയ്ക്കണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വിമാനം പിടിച്ച് കേരളത്തിൽ വരും. കാരണം വിമാന ടിക്കറ്റും പിന്നെ ഇച്ചിരി മിച്ചവും വരും. ഈ 2 പല്ലിന് പോടടയ്ക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്യുന്നതാണ് ലാഭം. അവിടെ സാധാരണ ഒരു ചികിത്സ കിട്ടണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അവരുടെ ഹോം ഡോക്ടർ സിസ്റ്റം. ഇതൊക്കെ ഞാനിത് പറയുന്നത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ കേരളത്തിൽ ആരോഗ്യ രംഗത്തെ പറ്റി ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോ സംസ്ഥാനത്ത് മെഡിസിൻ പണ്ടും ഷോർട്ടേജ് ഉണ്ട്, ഇപ്പോഴും ഷോർട്ടേജ് ഉണ്ട്. പണ്ടുണ്ടായിരുന്ന ഷോർട്ടേജ് ഗുളികകളൊക്കെ ചില പാരാസിറ്റാമോളിനോ ജലൂസിൻ അല്ലെങ്കിൽ ഇൻസുലിനോ പെൻസിലിനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഷോർട്ടേജ് ഉണ്ട്. എന്തിനാണ്? എനിക്ക് ധനകാര്യമന്ത്രി എന്നാലും ഈ കാര്യം അറിയുന്നതെന്ന് വെച്ചാൽ കാരുണ്യയുടെ അല്ലെങ്കിൽ KMSCLന്റെ കാര്യം ബന്ധപ്പെട്ട സ്റ്റെന്റിന്റെ ഷോർട്ടേജ് ഉണ്ട്. സ്റ്റെന്റ് എന്തിനുള്ള? സ്റ്റെന്റ് എന്ന് പറയുന്നത് എന്തിനുള്ള? ഹാർട്ട് ഓപ്പറേഷന് ഇരുന്ന 2 ലക്ഷം 1.5 ലക്ഷം ഒക്കെ വില വരുന്ന സ്റ്റെന്റ് വേണ്ടത്ര കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? കേരളത്തിൽ 42 ലക്ഷം കുടുംബങ്ങൾക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സ കൊടുക്കുന്ന ചികിത്സ സൗജന്യമാണ് എന്നുള്ള ഒരു സമ്പ്രദായം പകുതി ജനങ്ങൾ കേരളത്തിലെ അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പൊ ഇത് കേരളത്തിൽ വലിയ നേട്ടങ്ങളുണ്ട്. ഈ ആരോഗ്യരംഗത്തെ പഠിക്കാനുള്ളതും പഠിപ്പിക്കാനുള്ളതും ചികിത്സയ്ക്കുള്ളതും. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇവിടെ നേരത്തെ അധ്യക്ഷൻ MLA പറയുണ്ടായി, ഇവിടെ എഡ്യൂക്കേഷൻ ഹബ്ബാണ്. എല്ലാത്തരം SD കോളേജ് ഉൾപ്പെടെ എല്ലാ കോളേജും പോയി മണ്ഡലത്തിലാണ് വരുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജ്, കാർമറ്റ് പോളിടെക്നിക്ക്, IHRDയുടെ നേരത്തെ കോപ്പറേറ്റീവ് കോളേജ്, ധാരാളം സ്ഥാപനങ്ങൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ കുട്ടികൾക്ക് ലോകത്ത് എവിടേക്കും പോകാൻ കഴിയുന്ന വിദ്യാഭ്യാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് പണ്ടുള്ളതിനേക്കാളും സൗകര്യം കിട്ടുകയാണ്.